നമ്മളും അമ്മയും ഏച്ചിയും ദൈവം ഒക്കെ കൂടിയിട്ട് ഒന്ന് അമ്പലത്തിൽ പോക്കാണ്. വസുട്ടൻ ജനിച്ചാട് അമ്മ ഒരു തുലാഭാരം നേർന്നിട്ടുണ്ടേ. വസുട്ടൻ ഇപ്പൊ 2.5 വയസ്സ്. എന്റെ കെട്ടിയാൻ എല്ലാത്തിനും നോക്കാന്ന് പറഞ്ഞ് പെൻഡിങ് ആക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വൈകി ഞാൻ നടത്താന്ന് ചോദിച്ചിട്ടുണ്ടേ. ആള് നോക്കാന്ന് പറഞ്ഞ് ഇപ്രാവശ്യത്തെ ലീവും അങ്ങ് തീർക്കും. അതുകൊണ്ട് കയ്യോടെ ആളെ പൊക്കിയിട്ട് നമ്മൾ അങ്ങ് തുലാഭാരം നടത്താൻ വന്നേക്കും. അമ്പലത്തിന്റെ പേരെന്തോ എന്റെ മൈൻഡിൽ അങ്ങ് അട്രാക്ട് ചെയ്തിട്ടാ. അതുകൊണ്ട് പണ്ടോട്ട് ഈ അമ്പലത്തിൽ വരാൻ ഞാൻ ഭയങ്കര കൂടി. എന്തായാലും വസുട്ടന്റെ തുലാഭാരത്തിന്റെ പേരിലൂടെ ആയാലും എനിക്ക് അമ്പലത്തിൽ വരാൻ. തുലാഭാരം നേർന്ന പഴത്തിലാണ്. ആ പഴത്തിലായിരുന്നു വസുട്ടന്റെ കണ്ണു മൊത്തം. വെച്ച ഉടനെ തന്നെ പഴം വേണമെന്ന് പറഞ്ഞിട്ടാണ് ആശാന്റെ കളി. പിന്നെ അതിൽ ഇറങ്ങിയ ഉടനെ ആൾ ഒരു പഴം ചോദിച്ചു വാങ്ങി കഴിച്ചു. തുലാഭാരം കഴിഞ്ഞ് തൊഴുതതിന് ശേഷം വസുട്ടനെ കൊണ്ടുവന്ന് മഞ്ചാടി വരും. എത്തിപ്പോയതിനു ശേഷം കുറച്ച് കറങ്ങൊക്കെ ചെയ്തിട്ട് തിരിച്ചു ചെയ്യുന്ന സമയത്ത് മന്തി കഴിക്കാനായിരുന്നു നമ്മളെ പ്ലാൻ ഉണ്ട്. അമ്പലത്തിൽ അന്നദാനം ഉണ്ട് എന്ന് അറിഞ്ഞപ്പം പ്ലാൻ അങ്ങ് ഇഷ്ടമില്ലാത്ത കറിയാണെങ്കിലും അമ്പലത്തിലെ ചോറ് എന്ന് പറയുമ്പോൾ അതിന് വേറെ തന്നെ ടേസ്റ്റ്. ചോറും സാമ്പാറും അച്ചാറും പെരക്കും പിന്നെ ഒരു അടിപൊളി പാൽപ്പായസം കൂട്ടിയിട്ടായിരുന്നു അന്നദാനം ഉണ്ടായി. നേരത്തെ നല്ല പെരുമഴയായിരുന്നു കേട്ടാ. അപ്പൊ പിന്നെ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് എടുക്കുന്ന ആദ്യം കണ്ടിട്ടാ. പിന്നെ കണ്ടപ്പോ അമ്മേന്റെ കളിയണ്ട. വീഡിയോസ് ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം.